ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 3 ക്വാളിറ്റി സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് വൺ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി പോളിസി സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വിഷൻ, മിഷൻ. വിഷൻ എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫ്യൂച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. മിഷൻ എന്ന് പറയുമ്പോൾ കറൻ്റ്ലി റണ്ണിങ് സ്റ്റേറ്റിലുള്ള പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എനിവേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. It is the short declaration of what an organization aspires to be tomorrow. എന്താണ് ഒരു ഓർഗനൈസേഷൻ ഫ്യൂച്ചറിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ? അത് ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഓർഗനൈസേഷൻ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മേ ബി വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വേൾഡിലെ ടോപ്പ് 1 കാറ്റഗറിയിൽ പെടുന്ന ഒരു ഓർഗനൈസേഷനായി മാറണം, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് വേൾഡിലെ നമ്പർ 1 പ്രോഡക്ട്സ് എന്ന രീതിയിലേക്ക് മാറണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. മീൻസ് ഫ്യൂച്ചറിൽ എന്തായി തീരണം, എന്താണ് ഓർഗനൈസേഷൻ്റെ സ്റ്റാറ്റസ്, അതാണ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പ്രസൻറ്റ് ചെയ്യുക. It is the ideal state that might never be reached but which you continually strive to achieve. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേൾഡിലെ നമ്പർ 1 ആകുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്കിൽ ചിലപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ യു കണ്ടിന്യൂവലി സ്ട്രൈവ് ടു അച്ചീവ്. നമ്മൾ ഓർഗനൈസേഷൻ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ ആ ഒരു ഐഡിയൽ പൊസിഷനിലേക്ക് എത്താൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ആ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതിലേക്ക് എത്തുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ for the organization, the vision statement provides a clear picture of where it is headed and why it is going there. എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ്, അൾട്ടിമേറ്റ് ആയിട്ട് എവിടെ എത്തിച്ചേരണം, എന്തായിരിക്കണം നമ്മൾ ഫ്യൂച്ചറിൽ എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് ഫ്ലോറിഡ പവർ ആൻഡ് ലൈറ്റ് കമ്പനിയുടെ ഒരു എക്സാമ്പിളാണ്. വി വിൽ ബി ദ പ്രിഫേർഡ് പ്രൊവൈഡർ ഓഫ് സേഫ്, റിലയബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ദാറ്റ് സാറ്റിസ്ഫൈ ദ ഇലക്ട്രിക് റിലേറ്റഡ് നീഡ്സ് ഓഫ് ഓൾ കസ്റ്റമർ സെഗ്മെൻറ്റ്സ്. ഇതാണ് അവരുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. Provider of safe, reliable and cost-effective products and service that satisfy the electric-related needs of all customer segments. അപ്പോൾ അവരുടെ ഇലക്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊണ്ട് എല്ലാ കസ്റ്റമറിനെയും മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. സോ ആ ഒരു ലക്ഷ്യമാണ് അവരുടെ ആ ഒരു സ്റ്റാറ്റസ്. മീൻസ് എല്ലാ ഇലക്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും അത് ഈ ഒരു ഓർഗനൈസേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ വളരണം. അതാണ് അവരുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നമുക്കടുത്ത മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. വാട്ട് ഈസ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്? ദ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻസേഴ്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വിച്ച് ആർ: who we are, who are the customers, what we do, how we do it. ആരാണ് നമ്മൾ, നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണ്, നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ
വിഷനിലേക്ക് എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. കാരണം മിഷൻ മീൻസ് നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിഷൻ എന്താണോ ആ വിഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. സോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടാണ് വിഷനിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതൊരു സ്റ്റേറ്റ്മെൻറ്റിൽ മിഷൻ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. Then this mission statement provides a clear statement of purpose for employees, customers and suppliers. അപ്പോൾ ഈ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റിലൂടെ എംപ്ലോയീസിനും കസ്റ്റമേഴ്സിനും സപ്ലയേഴ്സിനും ക്ലിയർ ആകും ആ ഓർഗനൈസേഷൻ്റെ പർപ്പസ് എന്താണ് ഓർഗനൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഇത് കനേഡിയൻ നാഷണൽ റെയിൽവേസിൻ്റെ എക്സാമ്പിളാണ്. ടു മീറ്റ് കസ്റ്റമേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നീഡ്സ് ബൈ ബീയിങ് ദ ബെസ്റ്റ് അറ്റ് മൂവിങ് ദെയർ ഗുഡ്സ് ഓൺ ടൈം, സേഫ്ലി ആൻഡ് ഡാമേജ് ഫ്രീ. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവരുടെ മിഷൻ കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഗുഡ്സ് ഓൺ ടൈമിൽ എത്തിക്കുന്നു, അത് സേഫായിട്ട് എത്തിക്കുന്നു, ഡാമേജ് ഫ്രീ ആയിട്ട് എത്തിച്ചുകൊണ്ട് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന സർവീസ് അവർ ഏറ്റവും ബെസ്റ്റായിട്ട് രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് എ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ക്വാളിറ്റി പോളിസി സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്? ആ പേര് പോലെ തന്നെ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ എയിം വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്വാളിറ്റി പോളിസി സ്റ്റേറ്റ്മെൻറ്റ്. ദ ക്വാളിറ്റി പോളിസി ഈസ് എ ഗൈഡ് ഫോർ എവരിവൺ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഗൈഡാണ്, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന എംപ്ലോയീസിന് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. വാട്ട്സ് അവർ പർപ്പസ്? എന്താണ് നമ്മുടെ പർപ്പസ്? എന്തിനു വേണ്ടിയാണ് ഓർഗനൈസേഷൻ മൂവ് ചെയ്യുന്നത്? എന്താണ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്നതിനെക്കുറിച്ചുള്ള ഒരു പിക്ചർ അത് ഈ ഒരു ക്വാളിറ്റി പോളിസി സ്റ്റേറ്റ്മെൻറ്റിലൂടെ കിട്ടുന്നു. ദ ക്വാളിറ്റി പോളിസി ഈസ് എ ഗൈഡ് ഫോർ എവരി വൺ ഇൻ ദ ഓർഗനൈസേഷൻ ആസ് ടു ഹൗ ദേ ഷുഡ് പ്രൊവൈഡ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ടു ദ കസ്റ്റമേഴ്സ്. അപ്പോൾ ക്വാളിറ്റി പോളിസി സ്റ്റേറ്റ്മെൻറ്റിലൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ അത് എല്ലാവർക്കും കിട്ടുന്നു. എന്തിനെക്കുറിച്ചാണ് ആ പിക്ചർ? പ്രൊവൈഡ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ടു ദ കസ്റ്റമേഴ്സ്. എങ്ങനെ പ്രോഡക്റ്റും സർവീസും കസ്റ്റമറിലേക്ക് എത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ. നമുക്കതിനൊരു എക്സാമ്പിൾ കാണാം. ഇവിടെ ഒരു സിറോക്സ് കോർപ്പറേഷൻ്റെ ഒരു എക്സാമ്പിളുണ്ട്, നമുക്ക് വായിക്കാം. സിറോക്സ് ഈസ് എ ക്വാളിറ്റി കമ്പനി. Quality is the basic business principle for Xerox. Quality means providing our external and internal customers with innovative products and services that fully satisfy their requirements. Quality is the job of every employee. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ എല്ലാവർക്കും മനസ്സിലാകും, ആ ഓർഗനൈസേഷനുള്ള എല്ലാവർക്കും മനസ്സിലാകും എന്താണ് കമ്പനിയുടെ പർപ്പസ്, എന്താണ് കമ്പനി എയിം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ക്വാളിറ്റിയാണ് മെയിനായിട്ട് എയിം ചെയ്യുന്നത്, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനെയാണ്. കസ്റ്റമേഴ്സിനെ ബെസ്റ്റ് ക്വാളിറ്റി കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം. അൾട്ടിമേറ്റായിട്ട് ക്വാളിറ്റി ഈസ് ദ ജോബ് ഓഫ് എവരി എംപ്ലോയി. അപ്പോൾ ഇത്തരത്തിൽ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് ഓർഗനൈസേഷൻ്റെ റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന്. ദെൻ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ക്വാളിറ്റി പോളിസി ആർ ആസ് ഫോളോസ്. ഒരു ക്വാളിറ്റി പോളിസിയിലുണ്ടാകുന്ന മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ക്വാളിറ്റി ഈസ് ഫസ്റ്റ് എമംഗ് ഈക്വൽസ്. ക്വാളിറ്റിയാണ് ഫസ്റ്റ്. Meet the needs of the internal and external customers, equal or exceed the competition, continually improve the quality, include business and production practices, utilize the entire workforce. ഇത്രയും കാര്യങ്ങൾ
ആ ഒരു ക്വാളിറ്റി പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമ്പിളിലൂടെ തന്നെ മനസ്സിലാകും എന്തൊക്കെയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ എയിം ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ക്വാളിറ്റിയാണ് ബെസ്റ്റ്, ക്വാളിറ്റിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ക്വാളിറ്റി എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ദ കസ്റ്റമർ. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കസ്റ്റമറിനെ മാത്രം ഉദ്ദേശിച്ചല്ല, ഇൻറ്റേർണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയാണ്. അതോടൊപ്പം തന്നെ അവരൊരു വാക്ക് ചേർക്കുന്നു, വിത്ത് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ കസ്റ്റമറിനെ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കൊണ്ട്, പ്രോഡക്ട്സും സർവീസും വെച്ചുകൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്നു. Then the quality statements consist of the core values and concepts given in the vision statement, mission statement and the quality policy statements. Then നമ്മുടെ അടുത്ത കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ദാറ്റ് ഈസ് കസ്റ്റമർ ഫോക്കസ്, കസ്റ്റമർ റിറ്റൻഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തുടങ്ങിയുള്ള ഓരോ ടൈം ബൈ ടൈം ആയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കസ്റ്റമർ ഫോക്കസ്. നമുക്കറിയാം TQ മുഴുവനും നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതോടൊപ്പം തന്നെ കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യേണ്ട, കസ്റ്റമറിൻ്റെ വോയിസ് കേൾക്കേണ്ട ഇമ്പോർട്ടൻസ് എന്താണ്, ദെൻ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ദെൻ കസ്റ്റമർ ഫോക്കസ്. എന്താണ് കസ്റ്റമർ ഫോക്കസ്? എന്തിനു വേണ്ടിയാണ് കസ്റ്റമർ ഫോക്കസ്? ടു അണ്ടർസ്റ്റാൻഡ് ദ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ദ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമറിൻ്റെ കറണ്ട് ആയിട്ടുള്ളതും അതുപോലെ ഫ്യൂച്ചറിലേക്കുമുള്ള ആവശ്യങ്ങൾ, നീഡ്സ്, അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള പ്രോഡക്റ്റ്, സർവീസ് ഡെലിവറി ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? 100% കസ്റ്റമറിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കണം. കസ്റ്റമറിലേക്ക് ഫോക്കസ് ചെയ്താലേ കസ്റ്റമറിൻ്റെ കറണ്ട് ആയിട്ടുള്ളതും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുമുള്ളതുമായ നീഡ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓർഗനൈസേഷൻസ് ഡിപ്പെൻഡ് ഓൺ ദെയർ കസ്റ്റമേഴ്സ് ആൻഡ് ദെയർഫോർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ദ കസ്റ്റമർ, മീറ്റ് customer requirements and strive to exceed customer expectations. ഒരു പ്രോഡക്റ്റിൽ നിന്ന് കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ ഡിലൈറ്റ് മോഡിലേക്ക്, മീൻസ് ഒരു എക്സ്ട്രാ ഹാപ്പി എന്നുള്ള മോഡിലേക്ക് മാറ്റാൻ സാധിച്ചാൽ ദാറ്റ്സ് വെരി എഫക്റ്റീവ് ഫോർ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ അത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ്, അതുപോലെ മാർക്കറ്റിൽ ഓർഗനൈസേഷൻ്റെ സ്ഥാനം കീപ്പ് ചെയ്യുന്നതിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസറ്റ് ഓഫ് എനി ഓർഗനൈസേഷൻ ഈസ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ നിലനിൽപ്പ് എന്ന് പറയുന്നത് കസ്റ്റമറാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിന് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ കസ്റ്റമർ ഉണ്ട് എങ്കിലേ കമ്പനിക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അല്ലാത്ത പക്ഷം കമ്പനിക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അത്തരത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ കോമ്പറ്റീഷനുണ്ട്. ആ കോമ്പറ്റീഷനിൽ വിന്ന് ചെയ്യാൻ അവരുടേതായ പ്രോഡക്റ്റുകൾ ആ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഒരു ഓർഗനൈസേഷൻ അവരുടേതായ ഒരു പ്ലേസ് കീപ്പ് ചെയ്യാൻ സാധിക്കണം. An organization's success depends on how many customers it has, how much they buy and how often they buy. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് എത്രത്തോളം കസ്റ്റമർ ആ ഓർഗനൈസേഷൻ ഉണ്ട്, അവർ എത്രത്തോളം ബൈ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ആ ഓർഗനൈസേഷനിലേക്ക് കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ സജസ്റ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള പ്രോഡക്ട്സുകൾ ഡെലിവറി ചെയ്യാൻ സാധിച്ചാൽ അത് കസ്റ്റമേഴ്സിനെ കൂടുതൽ ഹാപ്പിയാക്കും. കാരണം ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഹാപ്പി ആയാൽ അദ്ദേഹം സജസ്റ്റ് ചെയ്യും ഈ ഒരു കമ്പനി, ഈ ഒരു ബ്രാൻഡ്, ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ബെസ്റ്റാണ് എന്നുള്ളത്. സോ അത്തരത്തിൽ കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കമ്പനിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല
ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ വീണ്ടും അതേ കമ്പനിയുടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്നതിന് കാരണമാകും. അങ്ങനെ വന്നാൽ കസ്റ്റമേഴ്സ് ആ കമ്പനിയുടെ പ്രോഡക്ട്സിൽ അല്ലെങ്കിൽ ആ ബ്രാൻഡ് വാല്യൂവിൽ റീറ്റെയിൻ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ, കസ്റ്റമേഴ്സിനെ തങ്ങളുടെ പ്രോഡക്റ്റുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി റീറ്റെയിൻ ചെയ്ത് അവരുടെ വരുതിക്കുള്ളിലാക്കി തീർക്കുക, മീൻസ് അത്രയും നല്ല ക്വാളിറ്റി ഡെലിവറി ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ കസ്റ്റമർ ഒരു ബ്രാൻഡിൽ റീറ്റെയിൻ ചെയ്ത് നിൽക്കും. അപ്പം അത്തരത്തിൽ റീറ്റെയിൻ ചെയ്ത് നിന്നുകൊണ്ട് കമ്പനി, ഒരു ഓർഗനൈസേഷൻ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു ഓർഗനൈസേഷന് സക്സസ് ആകാൻ സാധിക്കും. മാർക്കറ്റിൽ അവരുടേതായ ഒരു പ്ലേസ് കീപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ സാധിക്കണമെങ്കിൽ കസ്റ്റമേഴ്സ് അവരെ മാക്സിമം അട്രാക്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ വരുന്ന കസ്റ്റമേഴ്സ് തിരിച്ച് മറ്റൊരു പ്രോഡക്റ്റിലേക്ക് സെർച്ച് ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിൽ, അവരിതിലേക്ക് അഡിക്റ്റഡ് ആവുന്ന രീതിയിൽ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിക്കണം. അപ്പോൾ അതിനാണ് ഒരു കമ്പനിയുടെ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ബൈ മോർ ആൻഡ് മോർ ഫ്രീക്വൻ്റ്ലി. ദേ ഓൾസോ പേ ദെയർ ബിൽസ് പ്രോംപ്റ്റ്ലി വിച്ച് ഗ്രേറ്റ്ലി ഇംപ്രൂവ്സ് ക്യാഷ് ഫ്ലോ. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ റിട്ടേൺ ആയിട്ട് പ്രോഫിറ്റ് കമ്പനിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യരുത്, മറിച്ച് കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ ആയി വന്നോളൂ. Then customer satisfaction is one of the major focus of a effective quality management system. അപ്പോൾ TQM അപ്രോച്ച് തന്നെ നമ്മൾ TQM ഫ്രെയിംവർക്കിൽ കണ്ടു കസ്റ്റമറാണ്. അതോടൊപ്പം തന്നെ TQM ഹയറാർക്കി മോഡൽ നമ്മൾ കണ്ടു, അതിൽ തന്നെ കസ്റ്റമറാണ് ടോപ്പിൽ. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലാണ് നമ്മുടെ ഫോക്കസ്. അപ്പം ആ രീതിയിലുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് TQM. Then steps in customer focused organization എന്തൊക്കെയാണ്? Understand customer needs and expectations. Then ensure a balanced approach. മീൻസ് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ സാറ്റിസ്ഫാക്ഷനും തമ്മിൽ മീറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ദെൻ കമ്മ്യൂണിക്കേഷൻ. Communicate these needs and expectations throughout the organization. ഓർഗനൈസേഷനുള്ള എംപ്ലോയീസിന് പൂർണ്ണമായൊരു ബോധം എന്താണ് നീഡ്സ്, ഓർഗനൈസേഷൻ നീഡ്സ് ആൻഡ് കസ്റ്റമേഴ്സ് നീഡ്സ്. അതനുസരിച്ച് നല്ല ക്വാളിറ്റിയിലുള്ളൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ തക്ക രീതിയിൽ കേപ്പബിൾ ആയിരിക്കണം ഒരു ഓർഗനൈസേഷൻ. Then a satisfied customer is the best business strategy of all. അപ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറിനെ നിലനിർത്തുക, ഒരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബിസിനസ് സ്ട്രാറ്റജി. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാം എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. Then understanding the customer's needs and expectations is essential to winning new business and keeping existing business. ഒരു പുതിയ ബിസിനസ് ആയാലും എക്സിസ്റ്റ് ചെയ്യുന്ന ബിസിനസ് ആയാലും അതിന് ഒരു സക്സസ് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ബിസിനസ് നിലനിന്ന് പോകണമെങ്കിൽ, സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അവിടെ കസ്റ്റമർ നീഡ്സ് എന്താണ്, കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തു പോകണം. അങ്ങനെയൊക്കെ സാധിക്കണമെങ്കിൽ ഓർഗനൈസേഷൻ മസ്റ്റ് ഫോക്കസ് ടു ദ കസ്റ്റമർ. കസ്റ്റമറിലേക്ക് ഫോക്കസ് ചെയ്യണം. കസ്റ്റമർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്. ഇനി കസ്റ്റമർ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഒരു പ്രോഡക്റ്റിൽ കുത്തി നിറച്ച് ഒരു പ്രോഡക്റ്റ് ഇറക്കി അത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിലേക്ക് ഒരു ഓർഗനൈസേഷൻ മാറണം. ഓക്കെ. An organization should give its customers a quality product or service that meets their needs at a reasonable price. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ റീസണബിൾ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് സക്സസ്. ദെൻ
കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഡയഗ്രമാണ്. ഈ ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാകും കസ്റ്റമറാണ് ടോപ്പ്, ദെൻ CEO ബോട്ടം. അപ്പോൾ ആ കസ്റ്റമറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. ആ കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക. ദെൻ ഫ്രണ്ട് ലൈൻ റെപ്രസെൻറ്റേറ്റീവ്, ഫങ്ഷണൽ ഏരിയാസ്. അപ്പോൾ കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും അവരും സാറ്റിസ്ഫൈഡ് ആണ്. അതോടൊപ്പം തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു രീതിയിലാണ്, ഒരു അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടത്. പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കസ്റ്റമറാണ്. ക്വാളിറ്റി മീൻസ് മീറ്റിംഗ് ഓർ എക്സീഡിങ് ദ കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റേഷൻ. ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി, ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഒരു കമ്പനിയുടെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്ന ആരാണ്? കസ്റ്റമറാണ്. കസ്റ്റമർക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ, ആ ഒരു ബ്രാൻഡ് വാല്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്, ക്വാളിറ്റിയുള്ള സർവീസ്, അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ഓർഗനൈസേഷൻ എന്ന്. സോ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മീറ്റിംഗ് ഓർ എക്സീഡിങ് ദ കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എക്സീഡ് ചെയ്യാനോ സാധിക്കണം. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എ ബിസിനസ് stream is a measure of how products and services supplied by a company meet or surpass customers' expectations. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യണം, അത് പ്രൈമറി റിക്വയർമെൻറ്റ്. ഇനി അത് എക്സീഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കസ്റ്റമർ ആഗ്രഹിക്കാത്തൊരു കാര്യം അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. പക്ഷെ അത് കസ്റ്റമർ ആ ഒരു ഫീച്ചർ വന്നതിലൂടെ എക്സ്ട്രാ ആയിട്ട് ഹാപ്പി ആയി എങ്കിൽ അത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് സക്സസ്ഫുൾ ആണ്. ദ പ്രൈമറി ഗോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് നോട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമുക്കറിയാം, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യുക, നോട്ട് പ്രോഫിറ്റ്. എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യാൻ പോയി കഴിയുമ്പോൾ ക്വാളിറ്റി നഷ്ടപ്പെടും. അങ്ങനെ പ്രോഫിറ്റിന് വേണ്ടി ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അവിടെ ക്വാളിറ്റി നഷ്ടപ്പെടും. ക്വാളിറ്റി നഷ്ടപ്പെട്ടാൽ അവിടെ കസ്റ്റമർ നഷ്ടപ്പെടും. കസ്റ്റമർ നഷ്ടപ്പെട്ടാൽ അൾട്ടിമേറ്റ് ആയിട്ട് മാർക്കറ്റ് നഷ്ടമാകും. ദെൻ ഇറ്റ് ലീഡ്സ് ടു ഫെയിലിയർ. അപ്പോൾ ഇറ്റ് ലീഡ്സ് ടു എ ഫെയിലിയർ എന്ന കാറ്റഗറിയിലേക്ക് മാറരുത്, ഫെയിലിയർ ആവരുത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അൾട്ടിമേറ്റ് ആയിട്ടും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യണം. കാരണം അതാണ് TQMൻ്റെ ഗോൾ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ ഗോൾ ഓഫ് TQM. Measuring customer satisfaction provides an indication of how successful the organization is at providing products or services to the marketplace. അപ്പോൾ കസ്റ്റമർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന്, അവരുടെ സജഷൻസിൽ നിന്ന്, റിപ്ലൈസിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ അത് തന്നെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്. കാരണം മാക്സിമം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാക്സിമം പ്രോഫിറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഒരു കമ്പനിയുടെ ക്വാളിറ്റിയുടെ മെഷർ എന്ന് പറയുന്നത്. ദെൻ തബൂൾ മോഡൽ ഫോർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ നോക്കാൻ പോവുക. ദെൻ നമുക്ക് ആദ്യം ഡയഗ്രത്തിലേക്ക് പോകാം. ടബൂൾ മോഡലിൽ ഒരു സർക്കിളുണ്ട്. ഈ സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതാണ് ഈ ഒരു സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുക. ദെൻ ഈ ഒരു സ്ക്വയർ ഉണ്ട്, ഇത് റെപ്രസെൻ്റ് ചെയ്യുക കമ്പനി എന്തൊക്കെ ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. കമ്പനിയുടേതായ പ്രോഡക്ട്സും സർവീസും വഴി എന്തൊക്കെ ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ക്വയറിൽ. ദെൻ ഇത് രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ കമ്പനി ഓഫർ ചെയ്യുന്നതാണ് ഇത്. കസ്റ്റമറിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണോ അതാണ് ഇത്. ദെൻ ഈ സൂപ്പർ ഇമ്പോസ് ചെയ്ത പോർഷൻ, ഈ കാണിച്ചിരിക്കുന്ന ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് കസ്റ്റമർ ആഗ്രഹിക്കുന്നതിൽ കുറേ കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റിലൂടെ, സർവീസിലൂടെ ചെയ്തു കൊടുക്കുന്നു. ദെൻ ആ ഒരു സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള പോർഷനാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ദെൻ the circle represents the customer's need and the square represents the product or service offered by the organization. Then the total satisfaction is achieved
when the offer matches the need. Offer matches the need. Offer matches the need. That is customer satisfaction. Offer matches the need or the circle is superimposed on the square. അപ്പോൾ കസ്റ്റമറിൻ്റെ നീഡ്സും കമ്പനി ഓഫർ ചെയ്യുന്നതും തമ്മിൽ എവിടെ വെച്ചാണോ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. It is important that the organization listens to the voice of the customer. എന്തൊക്കെയാണ് കസ്റ്റമർക്ക് പറയാനുള്ളത്? കസ്റ്റമറിൻ്റെ കംപ്ലൈൻ്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, സജഷൻസ് ആകാം, റിവ്യൂസ് ആകാം, എക്സ്പെക്റ്റേഷൻസ് ആകാം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ കസ്റ്റമർ പറയാനുള്ളത് അത് കേൾക്കുക. കസ്റ്റമറുടെ വോയിസ് എന്താണ് അത് കേൾക്കുക. അത് കേൾക്കുന്നതിനുള്ള ഗുണം എന്താണ്? നിലവിലുള്ള ഒരു പ്രോഡക്റ്റിലെ അപാകതകൾ, ഫെയിലിയേഴ്സ് മനസ്സിലാകും. അതിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെന്ന് മനസ്സിലാകും. പുതിയ എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്താൽ അതെങ്ങനെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്ത് മനസ്സിലാകും. ദെൻ കസ്റ്റമർ ഒരു പ്രോഡക്റ്റിൽ കണ്ടെത്തിയ ന്യൂനതകൾ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാകും. ഇനി അതുമല്ല എങ്കിൽ കസ്റ്റമർ പോലും ആഗ്രഹിക്കാത്ത ഒരു പുതിയൊരു ഫീച്ചർ ഒരു പ്രോഡക്റ്റിൽ ഇൻവെൻറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ കസ്റ്റമറിനെ ഹാപ്പിയാക്കാം എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ അത്തരത്തിൽ വോയിസ് ഓഫ് ദ കസ്റ്റമർ, കസ്റ്റമറിൻ്റെ ശബ്ദം, കസ്റ്റമർക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ മാത്രമേ കസ്റ്റമറുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കൂ. So it is important that the organization listens to the voice of the customer and ensures that its marketing, design, production and distribution process truly meet the expectation of the customer. കസ്റ്റമറിൻ്റെ വോയിസ് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു ഓർഗനൈസേഷനുള്ള എല്ലാ പ്രോസസ്സിനെയും എങ്ങോട്ടെത്തിക്കാൻ പറ്റൂ? ട്രൂലി മീറ്റ് ദ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യുന്ന ഒന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഹാർഡ് ടു മെഷർ. ഒരു കസ്റ്റമർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് ഇറ്റ്സ് ഹാർഡ് ടു മെഷർ. കാരണം ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ റിപ്ലൈ തരാതിരിക്കാം. അപ്പം അതുകൊണ്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു മെഷർ. വാട്ട് യുവർ കസ്റ്റമേഴ്സ് വാണ്ട്, ഡു യു നോ? എന്താണ് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടത്? കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഓർഗനൈസേഷന് വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നൊരു കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് കസ്റ്റമർ പെർസെപ്ഷൻ ഓഫ് ക്വാളിറ്റി. എന്തെന്ന് നോക്കാം. There is no acceptable quality level because the customer's needs, values and expectations are constantly changing and becoming more demanding. അപ്പോൾ കസ്റ്റമർ പെർസെപ്ഷൻ ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മോഡ്യൂൾ 1 ഡിസ്കസ് ചെയ്ത പോലെ ക്വാളിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല. അതൊരു ടൈം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്നല്ല, മറിച്ച് ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ടൈമിനനുസരിച്ച് ക്വാളിറ്റി മാറിക്കൊണ്ടേയിരിക്കും. കസ്റ്റമറുടെ ആവശ്യകതകൾ, കസ്റ്റമർക്ക് വേണ്ട ഫീച്ചേഴ്സ് മാറും തോറും ക്വാളിറ്റി മാറും. ഒരു പ്രോഡക്റ്റ് വളരെ ഓൾഡായിട്ടുള്ളൊരു പ്രോഡക്റ്റും ന്യൂ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഓൾഡായിട്ടുള്ളൊരു പ്രോഡക്റ്റിന് ഫീച്ചേഴ്സ് കുറവായിരിക്കും. അതേ പ്രോഡക്റ്റ് അന്ന് മേടിക്കുമ്പോൾ അത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കാം. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ പുതിയ ഫീച്ചേഴ്സുമായിട്ട് പുതിയ പ്രോഡക്റ്റുകൾ ഇറങ്ങിയപ്പോൾ ആ പഴയ പ്രോഡക്റ്റ് അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റായി മാറി. പുതിയ പ്രോഡക്റ്റ് പുതിയ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുമായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നോ അക്സെപ്റ്റബിൾ ക്വാളിറ്റി ലെവൽ. ക്വാളിറ്റി ലെവലിന് ഇത് മതി, ഇതാണ് ആ ലെവൽ, ടോപ്പ് ലെവൽ എന്ന് പറയുന്ന ഒന്നില്ല. അതെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. മാർക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. അപ്പം മാർക്കറ്റിലെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിന്, അവരുടെ എക്സ്പെക്റ്റേഷൻസിന്, നീഡ്സിനനുസരിച്ച് ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യണം. കാരണം ഓർഗനൈസേഷൻ മനസ്സിലാക്കേണ്ട കാര്യം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, വാല്യൂസ്, എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആണ്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെ, ആ നീഡ്സ് എന്തൊക്കെ, എന്താണ് കസ്റ്റമർക്ക് വേണ്ടത്
എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഫ്ലെക്സിബിളായിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഓർഗനൈസേഷന് സാധിക്കുന്നെങ്കിലേ ഇവിടെ സക്സസ് ആവാൻ പറ്റും ഓർഗനൈസേഷൻ. കാരണം എങ്കിൽ മാത്രമേ കാലത്തിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ കസ്റ്റമറിലേക്ക് ഡെലിവർ ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ സാധിക്കൂ. ക്വാളിറ്റി ഇൻ എ സർവീസ് ഓർ പ്രോഡക്റ്റ് ഈസ് നോട്ട് വാട്ട് യു പുട്ട് ഇൻ ടു ഇറ്റ്, ഇറ്റ് ഈസ് വാട്ട് ദ ക്ലയൻറ്റ് ഓർ കസ്റ്റമർ ഗെറ്റ്സ് ഔട്ട് ഓഫ് ഇറ്റ്. ഇപ്പോൾ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പറയുന്നതല്ല ക്വാളിറ്റി, മറിച്ചൊരു കസ്റ്റമർ എന്താണോ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് തരുന്നൊരു ഫീഡ്ബാക്ക്, ദാറ്റ്സ് ക്വാളിറ്റി. ദെൻ നമ്മൾ അടുത്തത് പാരാമീറ്റർ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ പർച്ചേസ്. ഒരു പർച്ചേസിനെ സംബന്ധിച്ച് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇമ്പോർട്ടൻ്റായി കരുതുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് 1 by 1 ആയിട്ട് നോക്കാം. താങ്ക് യു.